ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണോ നിങ്ങൾ? ഒരാഴ്ച കൊണ്ട് 5 to 6 kg വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഹെൽത്തി ആയിട്ടുള്ള ട്യൂണ സലാഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എൻ്റെ കയ്യിൽ ക്യാൻഡ് ട്യൂണയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂര മേടിക്കുമ്പം അതിൻ്റെ കഷ്ണം എടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ മതി. ഇനി പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒരുപാട് അങ്ങ് മൂത്ത് പോവേണ്ട ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ട്യൂണ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി ഇത് വേവിച്ച് വെച്ചേക്കുന്ന സാധനമാണ്. ഇനി ഇങ്ങനെ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ക്യാൻ പൊട്ടിച്ച് വേണമെങ്കിലും നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പം ഇടാം. പക്ഷെങ്കിൽ എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് ഇടുന്നത്. കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അത് തുറന്ന് നോക്കി ഒന്നായി കഴിയുമ്പോഴത്തേക്കിന് ഒന്നും കൂടെ ഇളക്കി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. എന്തൊക്കെ പച്ചക്കറീസാണോ അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ് കനം കുറച്ച് ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ കുക്കുംബർ ക്യൂബായിട്ട്, പിന്നെ കോൺ എടുത്തു, പിന്നെ തക്കാളിയും കൂടെ എടുത്തു. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തത്. ഇനി ഇതിനകത്തേക്ക് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ യോഗട്ട്, ഒരു 3-4 പീസ് പനീർ, ക്രഷ്ഡ് ചില്ലി, ഉപ്പ്, ഇതിത്ര എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു ക്രീം പോലെ ആക്കിയെടുത്ത് വെക്കാം. ക്രഷ്ഡ് ചില്ലി ഓപ്ഷണലാണ്, ഇല്ലാത്തവർ ലേശം കുരുമുളക് ഇട്ടാലും മതി. ഇനിയിപ്പോൾ എന്താ, ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒറ്റയടിക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ട്യൂണയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞതിൻ്റെ നീര് മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ കുരുമുളകും ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം, തികച്ചും ഓപ്ഷണലാണ്. കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലി ഓപ്ഷണലാണ്. ലാസ്റ്റായിട്ട് നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചേക്കുന്ന ആ ഒരു ക്രീമുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഫോർക്കോ സ്പൂണോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് കഴിച്ചു നോക്കണം. അടിപൊളി സാധനമാണ്. എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരാഴ്ച കൊണ്ട് തന്നെ വെയിറ്റും കുറച്ചെടുക്കാൻ പറ്റും. വയറ് നിറച്ച് ഡിന്നർ കഴിക്കാനും പറ്റും. ഈ ഒരു ഫിഷും കൂടെ ഈ വെജിറ്റബിൾസിൽ ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ക്രീമും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന്. എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിന്നറിന് പച്ചക്കറി മാത്രമായി പോയി എന്നുള്ളൊരു സങ്കടം ആർക്കും വേണ്ട. ഓൾറെഡി നോൺ വെജ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. വയറ് നിറച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാൻ പറ്റും. എന്താണേലും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കല്ലേ. വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് ഉടനെ വരാം.